ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല വോളറ്റൈൽ ആയിട്ടൊരു ട്രേഡിംഗ് സെഷനായിരുന്നു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനായിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ട് ആയിരുന്നുവെങ്കിലും പിന്നീട് ആ ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിന് ശേഷം മാർക്കറ്റ് നല്ലൊരു റിക്കവറി തിരിച്ച് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെ അടുത്തേക്കുള്ളൊരു റിക്കവറി ഇന്ന് മാർക്കറ്റിൽ കാണാനായിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ 14,481 ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം ഉയർന്ന് നല്ലൊരു ആ ഒരു താഴ്ചയിൽ നിന്നും ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെ അടുത്ത് അത്രയും ഉയർന്ന് 14,634 മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ, ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. 3 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ മാത്രമേ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പ്രൈസിൽ നിന്നും നിഫ്റ്റിയിൽ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏകദേശം 64 പോയിൻറ്റ്സിൻ്റെ അടുത്തുള്ളൊരു ഡിക്ലൈനും ബാങ്ക് നിഫ്റ്റിയിൽ 316 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈനും ഇന്ന് മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ തുടർന്ന് FMCG ഈ ഒരു രണ്ട് സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് നിഫ്റ്റിക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ മെറ്റലായിരുന്നു കഴിഞ്ഞ ആഴ്ചയും ഏറ്റവും കൂടുതൽ ഗെയിൻ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ടോപ്പ് പെർഫോമറായിട്ടും മെറ്റൽ സെക്ടർ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. മെറ്റൽ സെക്ടർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 3 സ്റ്റോക്കുകളാണ് ആപ്പാട് ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീഡിയ ബാങ്ക് ഈ ഒരു രണ്ട് സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ഇന്ന് നിഫ്റ്റിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി തന്നെ നിഫ്റ്റിയുടെ ടോപ്പ് പെർഫോമേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ SBI ലൈഫ്, എയർടെൽ, അദാനി പോർട്സ്, ടാറ്റ സ്റ്റീൽ, മാരുതി ഇവരായിരുന്നു ടോപ്പ് പെർഫോമേഴ്സായിട്ട് ഇന്ന് നിഫ്റ്റിയിൽ നിന്നത്. മിഡ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ഡിക്ലൈനാണ്. 0.56% ഡിക്ലൈൻ മിഡ് ക്യാപ്പിൽ കാണാനുണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പ് ആയിരുന്നു ഇന്ന് ഔട്ട് പെർഫോമറായിട്ട് നിന്നത്. 0.78% ഗെയിൻ സ്മോൾ ക്യാപ്പിലും വന്നു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഫോം ചെയ്തിരിക്കുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. എന്നിരുന്നാലും നമുക്ക് ഇന്ന് രാവിലെ ഒരു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്ത ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടായിരുന്നു കാണാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ലോവർ ലെവലിലേക്ക് നിഫ്റ്റി പോകുന്തോറും അവിടെ ഒരു ബൈയിങ് പ്രഷർ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ. എന്നിരുന്നാലും മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റേഞ്ചിനുള്ളിലേക്ക് മാർക്കറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു സമയത്ത് ട്രെൻഡ് മുഴുവൻ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ലോവർ ലെവലിൽ നമുക്കൊരു ബൈയിങ് പ്രഷറും അതുപോലെ ഈ ഒരു ഹയർ ലെവലിലോട്ട് പോകുന്നതോറും മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ട്രേഡറൊക്കെ ആയിട്ടുള്ളവരാണ് എങ്കിൽ ഈ ഒരു ലെവലുകളിൽ നിന്നൊക്കെ മാർക്കറ്റിൽ റിവേഴ്സൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചുകളിൽ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 14,900, 15,000 ഈ ഒരു റേഞ്ചുകളാണ് സപ്പോർട്ട് സോൺസ് ആയിട്ട് റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 14,000 ഈ ഒരു ഏകദേശം 14,416, 410 താഴേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 14,210 റേഞ്ചുകളായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റാലികൾക്കുള്ള സാധ്യതകളാണ് നിഫ്റ്റി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒരു ഗ്യാപ് ഡൗൺ ചാർട്ട് തന്നെയായിരുന്നു. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്കൊരു ലോവർ ലെവലിലേക്ക് പോകുന്നതും ഒരു ബൈയിങ് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ, അതായത് ഈ ഒരു റേഞ്ചിൽ ഒരു സപ്പോർട്ടിനായിട്ട് ട്രൈ ചെയ്യുന്ന രീതിയിലൊരു പാറ്റേൺ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടുവരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 32,150, 32,000 ഈ ഒരു റേഞ്ചുകളായിരിക്കും അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 33,000 റേഞ്ചുകളിലായിരിക്കും നമുക്കിനി ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ആയിട്ടും നിലനിൽക്കുക. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു ഡിക്ലൈനിങ് മോഡിലാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു നാസ്ഡാക്കിൽ ഇന്നത്തെ US മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് FTSEയിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു സൈഡ് വേ റാലികളാണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരു മിക്സഡ് ട്രെൻഡ് എന്ന് പറയാം. എന്നിരുന്നാലും SGX നിഫ്റ്റി ബോർഡറിലാണ് നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഒരു ഡിക്ലൈനിങ് മോഡിൽ നിലനിൽക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവ് കണ്ടുവരുന്നു. ഇനി അടുത്തായിട്ട് രൂപയുടെ മൂല്യത്തിൽ ഇന്നും ഡോളറിൻ്റെ അഗെയിൻസ്റ്റായിട്ട് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. 14 പൈസ ഉയർന്ന് 73.92 ട്രേഡ് എൻഡായിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാസം ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 2,289 കോടിക്ക് മുകളിലൊരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 553 കോടിക്ക് അടുത്തുള്ള ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിലാണ്. അപ്പം മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് മോഡിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിലും ഇവരുടെ ഒരു ആക്ടിവിറ്റികളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സൈഡ് വേക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് അതേ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ അദാനി എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ എയർടെൽ,
ഈ ഒരു രണ്ട് സ്റ്റോക്കുകളിലൊക്കെ ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നല്ലൊരു ബുള്ളിഷ് മൂവുകൾ തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3 സ്റ്റോക്കുകൾ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ NMDC നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റോക്കായിരുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് സിഗ്നലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഏപ്രിൽ മാസത്തെ ഒരു പ്രൊഡക്ഷൻ ഡാറ്റയൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിലും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ബൈയിങ് പ്രഷർ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും ഓവർബോട്ട് ടെറിട്ടറിയിലാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. എന്നിരുന്നാലും നമുക്ക് ഒരു ബൈയിങ് പ്രഷർ NMDCയിൽ അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിൽ ഒന്ന് ട്രാക്ക് ചെയ്യാം. ഇന്നത്തെ ഒരു ക്യാൻഡിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി നമുക്ക് NMDCയിൽ നിലനിൽക്കുന്നു. ഇനി അതുപോലെ അപ്പോളോ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 224 മുകളിൽ വീണ്ടും ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസിബിലിറ്റി അപ്പോളോ ടയേഴ്സിലും പ്രതീക്ഷിക്കാം. ഇനി അംബുജ സിമന്റ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച ബിയറിഷ് ക്യാൻഡിലായിരുന്നുവെങ്കിലും ഇന്നൊരു വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് പറഞ്ഞൊരു ലെവൽ ഏകദേശം 327 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോർഗൻ സ്റ്റൈലിലേക്ക് പറഞ്ഞൊരു ടാർഗറ്റ് 360, അപ്പോൾ ആ ഒരു റേഞ്ചിലേക്കുള്ളൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്ക് അതില്ലെങ്കിലും ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അംബുജ സിമന്റ്സിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ നാഷണൽ അലുമിനിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കണ്ടുവരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഓവർബോട്ട് റീജിയനിലാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. അല്ലെങ്കിൽ നമുക്കിനി ഒരു 68.50 അതിനൊക്കെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു പോസിബിലിറ്റി നാഷണൽ അലുമിനിയത്തിലും പ്രതീക്ഷിക്കാം. ഇനി JSW സ്റ്റീലിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ നിലനിൽക്കാനുള്ളൊരു ശ്രമം ഈ ഒരു JSW സ്റ്റീലിൽ നിലനിൽക്കുന്നത്. കാരണം വെള്ളിയാഴ്ച ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്തുവെങ്കിലും വീണ്ടും ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്കൊരു കൺഫർമേഷൻ റിവേഴ്സലൊരു കൺഫർമേഷൻ തരാത്ത രീതിയിലാണ് വീണ്ടും പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്കൊരു വീണ്ടും ഒരു ബുള്ളിഷ് മൂവുകൾ കിട്ടിക്കഴിഞ്ഞാൽ JSW സ്റ്റീലിനെയും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിലെ മാനുഫാക്ചറിങ് PMI ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. 55.5 ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഈ ഏപ്രിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർച്ചിൽ അത് 55.4 ആയിരുന്നു. ഒരു നേരിയ ഒരു 0.1 പോയിൻറ്റിൻ്റെ ഒരു വർധനവാണ് ഏപ്രിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം മാനുഫാക്ചറിങ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു വാല്യൂസ്, എന്നിരുന്നാലും 50 മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് വീണ്ടും ഒരു എക്സ്പാൻഷൻ സോണിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ ഈ ഒരു മാനുഫാക്ചറിങ് PMIയിലൊക്കെ തീർച്ചയായിട്ടും വരുന്നു എന്ന രീതിയിൽ ആണ് ഇവരുടെ IHXൻ്റെ ഒക്കെ ഒരു റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ ഓർഡറുകളുടെ ഗ്രോത്ത്, അതേപോലെ തന്നെ ഫാക്ടറി ഔട്ട്പുട്ടുകളെല്ലാം തന്നെ 8 മാസത്തെ ലോയിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നും ഇവരുടെ റിപ്പോർട്ടുകളിൽ കാണിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ലോക്ക്ഡൗണുകളാണ് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തിട്ട് അമരരാജ ബാറ്ററീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആന്ധ്രാപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ചിറ്റൂരിലുള്ള 2 പ്ലാന്റുകൾ ക്ലോസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ക്ലോസ് ചെയ്യാനുള്ളൊരു ക്ലോഷർ ഫോം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അമരരാജ ബാറ്ററീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് ഏപ്രിൽ മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പബ്ലിഷ് ആയ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ TVS മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2,38,883 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഏപ്രിലിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 2020 ഏപ്രിൽ നോക്കിക്കഴിഞ്ഞാൽ 9,640 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കുറവാണ് അവർക്ക് വന്നിരിക്കുന്നത്. കാരണം ലോക്ക്ഡൗണുകളാണ് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം സെയിൽസിൽ 5.1% വർധനവുണ്ടായിരിക്കുന്നു. 3.88 ലക്ഷം യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ഏപ്രിൽ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ 3.69 ലക്ഷത്തിൻ്റെ യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഡൊമസ്റ്റിക് സെയിൽസിൽ ഒരു ഡിക്ലൈൻ അവർക്ക് വന്നിട്ടുണ്ട്. 32.3% ഡിക്ലൈൻ ഡൊമസ്റ്റിക് സെയിൽസിൽ വന്നിരിക്കുന്നു. 1.34 ലക്ഷം യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും എക്സ്പോർട്സിൽ ഇവർക്ക് നല്ലൊരു വർധനവ് വന്നിട്ടുണ്ട്. 49% വർധനവ് ഉണ്ടായിരിക്കുന്നു. 2.5 ലക്ഷം യൂണിറ്റ്സിൻ്റെ വർധനവാണ് കഴിഞ്ഞ മാർച്ചിനെ അപേക്ഷിച്ച് ഏപ്രിലിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എക്സ്പോർട്സ് ആണ് ഇവർക്ക് പ്രധാനമായിട്ടും ഒരു വർധനവ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ അതുപോലെ VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പവർ ട്രില്ലർ സെയിൽസിൽ വർധനവുണ്ടായിരിക്കുന്നു ഇയർ ഓൺ ഇയറിൽ 1658 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഈ ഒരു ഏപ്രിൽ. കഴിഞ്ഞ ഏപ്രിലിൽ അവർക്ക് 761 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ട്രാക്ടർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 521 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഈ ഒരു ഏപ്രിലും കഴിഞ്ഞ ഏപ്രിലിൽ 328 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊറോണയും അതുപോലെ തന്നെ ലോക്ക്ഡൗണുകളൊക്കെ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് അവരവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ അതുപോലെ അവർ സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുന്നു ഈ ഒരു മെയ് മാസത്തിലേക്ക്. അപ്പോൾ അത് ഈ ഒരു മെയ് മാസം 7 മുതൽ 15 ഡേയ്സ് മാത്രമേ വർക്കിംഗ് ആയിട്ടുണ്ടാവാൻ സാധ്യതകളുള്ളൂ എന്നാണ് കമ്പനിയുടെ അനൗൺസ്മെൻറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഡിഫൻസിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സപ്പോർട്ടുകൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നും കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 33% ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 1682 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 8% ഗ്രോത്ത് ഇയർ ഓൺ ഇയറിലുണ്ടായിട്ടുണ്ട്. 3843 കോടി നെറ്റ് പ്രോഫിറ്റായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഗോദ്രേജ് പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ 191.6 കോടിയുടെ നെറ്റ് ലോസ് ആണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 102 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ഡിക്ലൈൻ ആണ്. 432.6 കോടിയാണ് ടോട്ടൽ റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 1705 കോടിയുടെ ടോട്ടൽ റവന്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് വരിൻ ബീവറേജസിനെ സംബന്ധിച്ചിടത്തോളം 136.7 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 60 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 33.6% വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട്. 2270 കോടി ഈ മാർച്ച് ക്വാർട്ടറിലെ റവന്യൂ ആയിരുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 1699 കോടിയുടെ ടോട്ടൽ റവന്യൂ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഇന്ന് പവർ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ IPO ലാസ്റ്റ് ഡേ ആയിരുന്നു. 4.8 മടങ്ങിൻ്റെ 4.8 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ടോട്ടലായിട്ട് ഇവർക്ക് കിട്ടിയതായിട്ട് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസം അവർക്ക് ടോട്ടൽ സബ്സ്ക്രിപ്ഷനിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നു. ഇനി സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഗുഡ് ന്യൂസായിട്ട് വന്നിരിക്കുന്നത് സെക്കൻഡ് ഹയസ്റ്റ് നെറ്റ് ടേൺ ഓവർ അത് ഈ ഒരു ഏപ്രിൽ മാസം വീണ്ടും അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 253.29 കോടിയുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നു. അത് ഏപ്രിലായപ്പം 235.28 കോടി. ഒരു ചെറിയൊരു ഡിപ്പുണ്ടായി, 7%-ൻ്റെയൊക്കെ ഡിപ്പുണ്ടായി എങ്കിലും ഏകദേശം ആ ഒരു ലെവലിനടുത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവർക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. റിം സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 14.77 ലക്ഷം യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഏപ്രിലുണ്ടായിരുന്നത്. മാർച്ചിൽ 16.73 ലക്ഷം യൂണിറ്റ്സിൻ്റെ സെയിൽസായിരുന്നു മാർച്ചിലുണ്ടായിരുന്നത്. അതിലും ഏകദേശം ഒരു 7-8% ഡിപ്പാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇവർക്ക് ആ ഒരു ടേൺ ഓവർ അച്ചീവ് ചെയ്യാൻ സാധിച്ചതിനെ തുടർന്ന് സ്റ്റോക്കിൽ നല്ലൊരു മൂവുകൾ ഇന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ NMDCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ഏപ്രിൽ മാസത്തെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിലിനെ അപേക്ഷിച്ച് അവർക്ക് പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു വർധനവാണ് പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 2 മടങ്ങിലധികമുള്ള വർധനവുകൾ ഏപ്രിൽ മാസത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് NMDCക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടും നിലനിൽക്കുന്നു. ഇത് മണി കൺട്രോളിൽ വന്നൊരു ഡാറ്റയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.